إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹത്തിരണിയായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വരക്ഷിതാവായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു യഥാർത്ഥ ഭക്തിയുള്ളവരായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനതിനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അന്നൊരു അർദ്ധരാത്രിക്ക് ശേഷം
മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. തൻ്റെ ഹുജറയുടെ തൊട്ടപ്പുറത്തുള്ള പള്ളിയുടെ റൂമിൽ നിന്നും, പള്ളിയുടെ വരാന്തയിൽ നിന്നും സുപരിചിതമായ ഒരു ശബ്ദം വിശുദ്ധ ഖുർആനിൻ്റെ ആലാപനത്തിലൂടെ പ്രവാചകന്റെ കർണപുടങ്ങളിൽ വന്നടിക്കുകയാണ്. റസൂലുള്ളാഹി ഓർത്തുപോയി, അദ്കുറുനി മിൻ ആയത്തി കദാ വകദാ വഅസ്ഖതുഹുന്ന മിൻ സൂറത്തി കദാ വകദാ. ഇത് എനിക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിലെ ഇന്ന അധ്യായത്തിലെ ഇന്ന സൂക്തമാണല്ലോ. ഞാനതൊരു വേള മറന്നുപോയിരുന്നു. പ്രവാചകൻ ആ വചനങ്ങൾ ഓർത്തെടുക്കുകയാണ്. വീണ്ടും ആ പാരായണം ഇങ്ങനെ തുടർന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തട്ടി നിർത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു, ആയിഷ, അസൗതു അബ്ബാദ് ബിൻ ഹാദി. ആയിഷ, ഇത് അബ്ബാദ് ബിൻ ബിശ്റിന്റെ ശബ്ദമല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ആ ശബ്ദം ശ്രവിച്ചപ്പോൾ അവർക്കും അത് ബോധ്യപ്പെട്ടു. അതെ, അബ്ബാദ് ബിൻ ബിശ്ർ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആനിന്റെ പാരായണമായിരുന്നു അത്. അവ്വലു സഫീറത്തിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ അംബാസിഡർ എന്നറിയപ്പെടുന്ന മഹാനായ ഇസ്ഹാഖ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. മദീനയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പ്രവാചകൻ ഹിജ്റക്ക് മുമ്പ് നിയോഗിച്ച വ്യക്തിയാണ്. യുവാവായിരുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും സുന്ദരമായ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലും ആകൃഷ്ടനായിട്ടാണ് അബ്ബാദ് ബിൻ ബിശ്ർ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു തന്റെ 25-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ സ്വദീഖുൽ ഖുർആൻ ആയി മാറുകയാണ്. ഖുർആനിന്റെ സുഹൃത്ത്. അർദ്ധരാത്രിയിൽ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ പ്രാർത്ഥിച്ചു പോയി, അല്ലാഹുമ്മ അർഹം അബ്ബാദ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. അല്ലാഹുവേ, അബ്ബാദിനെ നീ ആരാരുമില്ലാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഈ വേളയിലും നിന്നോർക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നു നിന്റെ കലാമം പാരായണം ചെയ്ത് ഉച്ചത്തിൽ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന അബ്ബാദിനെ നീ കരുണ ചെയ്യണേ, അബ്ബാദിന്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രവാചകന്റെ ആ പ്രാർത്ഥന, അതിന്റെ സ്വാധീനം തൻ്റെ 50-ാമത്തെ വയസ്സിൽ യമാമയിൽ വെച്ച് രക്തസാക്ഷിയാകുന്നത് വരെ അദ്ദേഹത്തിൽ നിഴലിച്ചു നിന്നു എന്നാണ് ചരിത്രം. ബദറിലും ഉഹദിലും അദ്ദേഹം പ്രവാചകനോടൊപ്പം അടരാടി. ഹിജ്റ 4-ാം വർഷം വന്ന ദാത്തുൽ നിജ്ദിലേക്ക് പ്രവാചകൻ പോയ ആ സൈന്യത്തിൽ അബ്ബാദ് ബിൻ ബിശ്ർ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു താഴ്വയുടെ ഓരത്ത് പ്രവാചകനും മനുഷ്യന്മാരും വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. റസൂൽ ചോദിച്ചു, ഈ രാത്രി എനിക്കും എൻ്റെ അനുചരന്മാർക്കും വേണ്ടി കാവൽ നിൽക്കാൻ ആരാണുള്ളത്? പ്രവാചകൻ അബ്ബാദ് ബിൻ ബിശ്റിനും സുഹൃത്തായി നിശ്ചയിച്ചിരുന്ന ഓരോ മുഹാജിറിനും ഒരു അൻസ്വാരിയെ റസൂലുള്ളാഹി സുഹൃത്തായിട്ട് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആയിരുന്നു അബ്ബാദിന്റെ സുഹൃത്ത്. അവർ രണ്ടുപേരും ആ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ കാവൽ നിർത്താൻ പ്രത്യേക കാരണവുമുണ്ട്. ദാദദിക്കായിൽ വെച്ച് ഒരു മുശ്രിക്കത്തായ സ്ത്രീയെ വിശ്വാസികൾ അവർ പിടികൂടിയിരുന്നു. അഭയാർത്ഥിയായി പിടികൂടപ്പെട്ട ആ സ്ത്രീ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരുടെ ഭർത്താവ് പ്രതിജ്ഞ ചെയ്തതാണ്, മുഹമ്മദിനെയും കൂട്ടിനെയും രക്തം ചിന്താതെ ഞാൻ
എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്രവാചകൻ ആഗ്രഹിക്കുന്നുണ്ട്. അബാദബിൻ ബിശ്റും അമ്മാർ ഇബ്നു യാസിറും റളിയല്ലാഹു അൻഹുമാ പ്രവാചകനും അനുചരന്മാർക്കും കാവലിരിക്കുന്ന വേളയിൽ അമ്മാറിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് വല്ലാതെ ക്ഷീണിതനാണല്ലോ, യുദ്ധം കഴിഞ്ഞു വരികയാണ്, വേണ്ടത്ര ഭക്ഷണമില്ല, യാത്രാ സൗകര്യങ്ങളില്ല, കിലോമീറ്ററുകളോളം നടന്നു യാത്ര വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ ക്ഷീണം, അതുകൊണ്ട് താങ്കൾക്ക് ഈ രാത്രി നമുക്ക് പകുത്തെടുക്കാം. ആദ്യം ഞാൻ കാവലിരിക്കാം, അങ്ങ് ഉറങ്ങാം, അതല്ലെങ്കിൽ അങ്ങ് ആദ്യം കാവലിരിക്കുക, ഞാൻ ഉറങ്ങാം. അമ്മാർ പറഞ്ഞു, ശരിയാണ്, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ഞാൻ പ്രവാചകന്റെ കാവലിരുന്ന് കൊള്ളാം, ഞാൻ ഉറങ്ങാം, അങ്ങ് കാവലിരിക്കൂ എന്ന്. അപ്പോൾ അതിന് വിശ്വസിക്കുന്നു. ആ രാത്രിയിൽ താഴ്വാരത്തിൽ പ്രവാചകനും അനുചരന്മാർക്കും കാവലിരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരാണ്. അമ്മാറാകട്ടെ തന്റെ ക്ഷീണം കൊണ്ട് പരിസരം പോലും അറിയാതെ ഉറങ്ങുകയാണ്. നിശബ്ദമായ വേളയിൽ പ്രകൃതിയിലെ എല്ലാ മവാഹവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അബൂബക്കർ വിഷയിൽ ബോധ്യപ്പെടുകയാണ്. അലം തറൂ അന്നല്ലാഹ യസ്ജുദു ലഹു ഫിസ്സമാവാതി വൽ അർളി വത്വയ്റു സാഫാത്ത് കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ മാത്രമല്ല, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും തന്റെ നാഥനെ പ്രകീർത്തിക്കുന്നവരാണ്. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു. ഇങ്ങനെ പ്രകീർത്തിക്കണം, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അവർക്ക് ബുദ്ധിമുണ്ട്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. അതൊരു പക്ഷേ പ്രത്യക്ഷത്തിൽ അത് പ്രകീർത്തനമാണ്, പ്രാർത്ഥനയാണ്, സാഷ്ടാംഗമാണ്. വന്നജ്മു വശജറു വദ്ദവാബ്. എല്ലാ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലാണ്. ഇത് അബ്ബാദിന് ബോധ്യപ്പെടുകയാണ്. അബ്ബാദ് ചിന്തിച്ചു, സ്വർഗ്ഗത്തുള്ള സകലവും അല്ലാഹുവിന്റെ മുമ്പിൽ പ്രണാമം വർദ്ധിക്കുമ്പോൾ ഞാനായിട്ട് എന്തിനു വെറുതെ ഇരിക്കണം? അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുകയാണ്. ഓരോ ചെയ്ത് അദ്ദേഹം നമസ്കാരത്തിലേക്ക് തിരിയുകയാണ്. നമസ്കാരം തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ ആ മുശ്രിക്കത്തിന്റെ ഭർത്താവ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ രാത്രിയുടെ വളരെ നിശബ്ദനായി പ്രകീർത്തനത്തിലും പ്രാർത്ഥനയിലും ഒഴുകി നിൽക്കുന്ന അബാദിന്റെ നേർക്ക് അദ്ദേഹം തന്റെ അമ്പെഴുതുകയാണ്. തന്റെ കയ്യിൽ തറച്ച അമ്പ് നമസ്കാരത്തിനിടയിൽ അദ്ദേഹം വലിച്ചൂടി വീണ്ടും നമസ്കാരം തുടർന്നു. രണ്ടാമത്തെ അമ്പും താമസിയാതെ വന്ന് പതിച്ചു. അതും അദ്ദേഹം ഊരിയെറിഞ്ഞു. മൂന്നാമത്തെ അമ്പും എടുത്തു. അതും ഊരി. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് നമസ്കാരം തുടരാൻ പ്രയാസമായി. രക്തം മാറുന്നിരിക്കുകയാണ്. തൻ്റെ തൊട്ടപ്പുറത്ത് കിടന്നിരുന്ന അമ്മാർ ഇബ്നു യാസിറിനെ തട്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി താങ്കൾ കാവലിരിക്കണം, ഞാൻ അല്പം വിശ്രമിക്കട്ടെ. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അബ്ബാദിനെ കണ്ടപ്പോൾ അമ്മാർ ചോദിച്ചു, എന്ത് സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞു, ശത്രുപക്ഷത്തിൽ നിന്ന് വന്ന അമ്പെയ്ത്ത് അതിൻ്റെ ശരീരത്തെ തുളച്ചു കയറിയതാണ്. അമ്മാർ ചോദിച്ചു, ആദ്യം തന്നെ അമ്പെയ്തപ്പോ എന്തുകൊണ്ട് എന്നെ വിളിച്ചുകൂടാ? എന്ത് എന്നെ വേണ്ടി ഉണർത്താതിരുന്നത്? അബ്ബാദ് പറഞ്ഞു, ഞാൻ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയായിരുന്നു. അല്ലാഹുവാണ് സത്യം. എന്നെ ഒരു ഉത്തരവാദിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പ്രവാചകനും അനുചരന്മാർക്കും കാവലിരിക്കുക എന്ന പണിയാണ്. ആ ദൗത്യത്തിൽ വീഴ്ച വരുത്തിയവനായി ഞാൻ ആരോപിക്കപ്പെടുമോ എന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം ബലി നൽകലായിരുന്നു, ഞാൻ രക്തസാക്ഷിയാകാൻ തയ്യാറാകുമായിരുന്നു. പക്ഷേ അത് പ്രവാചകനോട് ചെയ്യുന്ന അപരാധമാകുമോ എന്ന് ഭയന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങയെ ഉണർത്തിയത് എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്.
ശേഷം അദ്ദേഹം വീണ്ടും ജീവിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടു മുസൈലമത്തുൽ കദ്ദാബ്. അവിടെ വെച്ച് യമാമയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആജ്ഞ അനുസരിച്ച് നടന്ന യുദ്ധം, അതിൽ മുസൈലിമത്തിനെ വധിക്കുന്നതിൽ അബ്ബാദ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ തൊട്ട് തലേ ദിവസം മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട് അബ്ബാദ് പറയുന്നുണ്ട്, റഅയ്തുൽ ലൈലത അംസി കഅന്ന السماء قد فلجت وأطبقت عليه إني أرى الشهادة لله. എനിക്കന്ന് രാത്രിയിൽ നിന്ന് രക്തസാക്ഷിയാകാൻ കഴിയായതുപോലെ പ്രവാചകനോടുള്ള കരാറിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിരിക്കും എന്ന് അതേ നേതാവിന് വേണ്ടി ആ നേതാവിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവാചകനത്വവാദവുമായി വന്ന മുസൈലിമത്തിനെ വധിക്കുന്നതിൽ എനിക്കൊരു പങ്കുണ്ടാകും, അതിലൂടെ രക്തസാക്ഷിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആകാശവും അതിൻ്റെ കവാടങ്ങൾ എനിക്ക് മുമ്പിൽ മനത്തെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതിലൂടെ കയറിപ്പോയി. ഞാൻ കയറിയ ഉടനെ ആ ആകാശ കവാടങ്ങൾ പൂർത്തിയാക്കപ്പെട്ടു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നി ഖദ് റഅയ്തുക, അല്ലാഹുവാണ് സത്യം, ഞാനും അങ്ങയുടെ വിഷയത്തിൽ ഇതേ സ്വപ്നം കണ്ടിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം നടന്ന യമാമ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി എന്നാണ് ചരിത്രം. ഈ ചരിത്രം നമ്മോട് പറയുന്ന ഒരു വസ്തുത വിശുദ്ധ ഖുർആനിൽ അനാമകമായി ഓതി വെച്ച ആയത്തിന്റെ ഒരു പ്രതീകമായിട്ട് വേണം നമ്മൾ എടുക്കാൻ. അത് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിജയിക്കുമെന്നല്ല, വിജയിച്ചേക്കാമെന്നല്ല. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അൽ മുഅ്മിനൂൻ, വിശ്വാസികൾ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എന്തുകൊണ്ടാണ് അവർ വിജയികളായത്? അവർ അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, ഖുശൂ ഉള്ളവരാണ്, താഴ്മയുള്ളവരാണ്. നീണ്ട ഒരു മാസത്തെ വ്രതം നമ്മൾ അനുഷ്ഠിച്ചു, നോമ്പ് അനുഷ്ഠിച്ചു. ആ നോമ്പിനോട് നമ്മൾ ഒരുപാട് നമസ്കാരം നിർവഹിച്ചു. ആ നമസ്കാരം എന്നും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ നമസ്കാരത്തിലൂടെ നേടിയെടുത്ത ആ ഒരു അവസ്ഥയിലേക്ക്, ആത്മീയ നിർവൃത്തിയിലേക്ക് നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കണം. അവർക്കാണ് യഥാർത്ഥ വിജയം. അവരുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ വിമലീകരിക്കപ്പെടുന്നത്, വിശുദ്ധമാക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ പാരാഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്തുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ, നമസ്കാരം നിലനിർത്തുവാൻ അവർക്ക് സാധിക്കണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. തീർച്ചയായും നമസ്കാരം തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാവിധ ഫഹ്ശാഉകളിൽ നിന്നും മുൻകറിൽ നിന്നും അവരെ അകറ്റും. അപ്പോഴാണ് വിജയികളാകുന്നത്. വലദിക്റുല്ലാഹി അക്ബർ, അങ്ങനെയാണ് ദിക്റുള്ളയിലേക്ക്, ദൈവിക സ്മരണയിലേക്ക് അവർ വരുന്നത്. അതാണ് ഏറ്റവും വലുത്. വലദിക്റുല്ലാഹി അക്ബർ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം അല്ലാഹുവിനെ ഓർക്കാൻ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നത് എന്തിനാണ്? എന്നെ അനുസ്മരിക്കാനാണ്, റബ്ബിനെ ഓർക്കാനാണ്. അതിന് ചില സമയങ്ങളും ചില സ്ഥലങ്ങളും അല്ലാഹു നിർണയിച്ചു. അല്ലാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങളുടെ ചെയ്തികളെല്ലാം അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. നമസ്കാരത്തിലൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് മല്ലം തൻഹു സ്വലാത്തഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ലം യസ്ദുദ് മിനല്ലാഹി ഇല്ലാ ബുഅദ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾ നമസ്കരിക്കുന്നുണ്ട്, ഫഹ്ശാഇൽ നിന്നും മുൻകറിൽ നിന്നും അകന്നു പോകാൻ അവന് കഴിയുന്നില്ലെങ്കിലും, എന്താണ് ഈ ഫഹ്ശ? ബുദ്ധി കൊണ്ടും പ്രമാണം കൊണ്ടും നമുക്ക് ബോധ്യപ്പെട്ട തിന്മകളുണ്ട്. അതിനാണ് ഫഹ്ശ എന്ന് പറയുന്നത്. വ്യഭിചാരം, ശിർക്ക്, അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടിയുള്ള ബലിയർപ്പണം, പ്രാർത്ഥനകൾ, തീർച്ച വഴിപാടുകൾ,
ഇത് ചെയ്യുന്ന ഒരാളിൽ നമസ്കാരം ഉണ്ടായിട്ട് കാര്യമില്ല. നമസ്കാരത്തിലൂടെ ഇത്തരം തിന്മകളിൽ നിന്ന് ശിർക്ക് ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ അവൻ മാലിന്യമാണ്. ഈ മാലിന്യം കഴുകിക്കളയാൻ നമസ്കാരം കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ, നമസ്കാരത്തിൽ സലാം വേണ്ടി ഉടനെ ഏതെങ്കിലും ഒരു മഖബറയിൽ പോയി ധ്യാനം മൂടാനാണ് അവൻ പോകുന്നതെങ്കിൽ പിന്നീട് നമസ്കാരം കൊണ്ട് എന്തെങ്കിലും തെറ്റരം. അതുകൊണ്ട് ഫഹ്ശായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും തിന്മയാണെന്ന് ബോധ്യപ്പെടും. പിന്നെ മതം വേണമെന്നില്ല. മതവാദികളുണ്ട്, മതനിരീക്ഷണ പ്രസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെയും പല തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ഖുർആൻ പറഞ്ഞത് കൊണ്ടല്ല, അവരുടെ ഉൾവിളിയാണ്, ജന്മസിദ്ധമായവർക്ക് നൽകിയ ബോധനമാണത്. അതിനാണ് ഫഹ്ശ എന്ന് പറയാം. എന്നാൽ മുൻകർ എന്ന് പറഞ്ഞാൽ അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടും. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എന്താണെന്ന് തിരിയില്ല. ആണുങ്ങൾക്ക് പട്ടുവസ്ത്രം നിഷിദ്ധമാണ്, അത് മുൻകറാണ്, ഹറാമാണ്. അതിന്റെ കാരണം എന്താണ്? അത് വിചാരം പോലെ നിഷിദ്ധമായ ഒരു കാര്യം കൊണ്ടല്ല. അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തിരിയില്ല, മനസ്സിലാക്കില്ല. അത് പ്രമാണം പറഞ്ഞു, പടച്ചറപ്പ് പ്രഖ്യാപിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഒരു കാരണം മാത്രമാണ് അതിനുള്ള കാരണം. ഈ രൂപത്തിലുള്ള എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുവാൻ നമ്മുടെ നമസ്കാരം നമുക്ക് പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ, അതേപോലെ തന്നെ ആന്തരികമായ തിന്മകൾ, അസൂയ, ഇത് മ്ലേച്ഛമാണ്. അത് പ്രമാണം പറയേണ്ട ആവശ്യമില്ല, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തിരിയില്ലേ. മോഷണം മ്ലേച്ഛമാണ്. അതേപോലെ തന്നെ ഒരാളെ കുറിച്ച് അപവാദം പറയലും, അന്യായമായ സമ്പാദ്യങ്ങൾ, ഇതൊക്കെ മോശമാണ് എന്നുള്ളത് പ്രമാണം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഖുർആന്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരേണ്ടതില്ല. അത് മനുഷ്യബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടും. ഈ രൂപത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ മുൻകറായി പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോഴാണ് ഒരാളുടെ നമസ്കാരം കൃതാർത്ഥമാകുന്നത്. നമസ്കരിച്ചിട്ടും ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നമസ്കാരത്തിന് വരുന്നത് എന്തിനാണ്? അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. അതേ നമസ്കാരം കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇതൊരു മാനസികമായ അവസ്ഥയാണ്. മഹാനായ ഹാത്തിബുൽ അസ്സം റളിയല്ലാഹു അൻഹു താബിഈകളിലെ പ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ ഒരുപാട് കാണാൻ നമുക്ക് സാധിക്കും. അങ്ങേയറ്റത്തെ പരിത്യാഗിയായിരുന്നു, നമസ്കാരത്തിൽ അങ്ങേയറ്റത്തെ തൽപരനായിരുന്നു. പലരും അദ്ദേഹത്തോട് വന്ന് ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് കഴിയുന്നത്? ഇതുപോലെ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്? അദ്ദേഹം അതിന്റെ രഹസ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ വുളൂ ചെയ്യും, നമസ്കാരത്തിന് വേണ്ടി എനിക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് വരും. പറഞ്ഞ അധ്യാപനങ്ങളിൽ നിന്നാണ് അദ്ദേഹം എടുത്ത് പറയുന്നത്. എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യം, ഒന്ന് സ്ത്രീയും മറ്റൊന്ന് സുഗന്ധവുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പക്ഷേ മണിയറയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമില്ലേ, അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോഴാണ്, പള്ളിയിലേക്ക് വരുമ്പോഴാണ്. അവിടെ കിട്ടണം എന്റെ കൺകുളിർന്ന നമസ്കാരത്തിലാണ്. അരിഹനായ ബിലാൽ എന്നാണ് ഇഖാമത്തിന്റെ വേണ്ടി സൂചന നൽകിക്കൊണ്ട് പ്രവാചകൻ മഹാനായ ബിലാൽ റളിയല്ലാഹു പറഞ്ഞിരുന്നത്. ബിലാലെ, ഞങ്ങളൊന്ന് സുഖിപ്പിച്ചുകൊണ്ടാണ് എന്നാണ്. കണ്ടോ, നമസ്കാരം നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട്. അതിനേക്കാൾ വലിയ സന്തോഷം റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ നമസ്കാരം കൊണ്ടെന്താണ്? അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് വന്ന് എന്റെ സ്ഥലത്തിരിക്കുമ്പോൾ എന്റെ അവയവങ്ങളെല്ലാം ഞാൻ ഒരുമിച്ചു കൂട്ടും. എന്റെ ഹൃദയവും എന്റെ കണ്ണും എന്റെ കാതും എന്റെ കൽബും എല്ലാം പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് കൈകെട്ടിയാൽ ഉടനെ കഅബയുടെ ആ കഅബ എന്റെ പെരികത്തിന്റെ ഇടയിലേക്ക് വന്ന് അവിടെ വെച്ച് അവിടെ ഞാൻ അതിനെ ഇമാജിൻ ചെയ്യുമെന്നാണ്. കഅബ എന്റെ മുന്നിലുണ്ട്. സിറാത്ത് എന്ന ആ പാലമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ആ പാലം, ആ പാലത്തിലേക്ക് ഞാൻ കയറി നിൽക്കുന്ന പ്രതീതിയാണ്. സ്വർഗം എന്റെ വലതു ഭാഗത്തുള്ളതായി എനിക്ക് തോന്നുന്നു, നരകം എന്റെ ഇടതു ഭാഗത്തുള്ളതായി എനിക്ക് തോന്നുന്നു. എന്റെ പിറകിൽ എന്റെ ആത്മാവിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് സന്നദ്ധനായി നിൽക്കുന്നതായി ഞാൻ സങ്കല്പിക്കുന്നു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമസ്കാരത്തിൽ നിനക്ക് ഭക്തി വേണം, ഇതിന്റെ അവസാനത്തെ ജുമഅയാണെന്ന ബോധ്യത്തോടുകൂടി റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കണം. അടുത്ത വെള്ളിയാഴ്ച ഞാൻ വരുമെന്ന് വിചാരിച്ചാൽ ആ വെള്ളിയാഴ്ച നോക്കാം, ഇന്നും അങ്ങനെ പോകട്ടെ എന്നൊരു ചിന്ത വരും. ഇല്ല, ഇതിന്റെ അവസാനത്തെ ജുമഅയാണ്, ഇതിന്റെ അവസാനത്തെ സുബ്ഹിയാണ്. ഇനി എനിക്കൊരു നമസ്കാരം, എനിക്കൊരു നൃത്തം എന്റെ റബ്ബും എന്റെ മുമ്പിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്ന ബോധ്യത്തോടുകൂടി എനിക്ക് നമസ്കരിക്കാൻ സാധിക്കുമെന്ന് ഹാഫിദുൽ അസ്സം റഹിമഹുല്ലാഹ് പറയുകയാണ്. തുടർന്ന് അദ്ദേഹം റുകൂഇനെ കുറിച്ച്, ആ റുകൂഇന്റെ ഖുശൂഇനെ കുറിച്ച്, ഒരു അടിമ റബ്ബിന്റെ മുമ്പിലേക്ക് ഏറ്റവും തന്റെ ആ അടിമത്തത്തിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന സമയം അത് സുജൂദാണ്. ആലോചിച്ച് നോക്കൂ, അർശിന്റെ മുകളിലുള്ള നാഥന്റെ മുമ്പിൽ ഏറ്റവും താഴ്ന്ന പടിയിൽ നിൽക്കുന്ന അമുതായ ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ബോധ്യം അതാണ്. റബ്ബേ, ഞാൻ ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും ചെറിയവനാണ്, എനിക്ക് നിന്റെ മുമ്പിൽ കീഴടങ്ങിയേ പറ്റൂ. എല്ലാവിധ നന്മയും സംഗമിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ എന്റെ നെറ്റിത്തടം നിൽക്കുമ്പോൾ അതാണ് എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ ത്യാഗം എന്ന ബോധത്തോടുകൂടി ഞാൻ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമെന്ന് മഹാനായ ഹാഫിദുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഇന്നത്തെ ത്യാഗമാണ്, ഒരുപാട് വർഷത്തെ പ്രയത്നമാണ്, ഒരു സുപ്രഭാതത്തിൽ നേടിയെടുക്കാവുന്ന കാര്യമല്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് മഹാനായ സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹം പറയുന്നത്, കാബത്തു ബിനഫ്സി ബിസ്സലാത്തി 20 സന ثم تلذذت بها 20 സന. എന്റെ ജീവിതത്തിലെ 20 വർഷം നമസ്കാരവുമായി ഞാൻ മല്ലിടുകയായിരുന്നു എന്നാണ്. എന്റെ നമസ്കാരത്തിൽ ഖുശൂഅ് വരാനുള്ള, ഖുദൂഅ് വരാനുള്ള ആ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ പോരാടുകയായിരുന്നു. ثم تلذذت بها 20 സന. പിന്നീട് 20 വർഷം കഴിഞ്ഞ് അടുത്ത 20 വർഷം അദ്ദേഹം 80 വർഷം ജീവിച്ചിട്ടുണ്ട്. 40 വയസ്സിലാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. 60 വയസ്സിലാണ് നമസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ ഭക്തിപൂർണമായ നമസ്കാരം നിർവഹിച്ച പ്രതീതി ലഭിക്കുന്നത് എന്നാണ്. പിന്നീടുള്ള 20 വർഷം നമസ്കാരം എന്റെ ആനന്ദമായിരുന്നു എന്ന് മഹാനായ സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാഹ് പറയുമ്പോൾ ഇതിനു വേണ്ടി നമ്മളും ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട്. നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. എന്റെ നമസ്കാരത്തിൽ ഖുശൂഅ് വേണം. اللهم إني أعوذ بك من علم لا ينفع ومن نفس لا تشبع ومن قلب لا يخشع ومن دعوة لا يستجاب لها. رسول الله صلى الله عليه وسلم പ്രാർത്ഥിക്കാറുണ്ട്, ഖുശൂഇല്ലാത്തൊരു ഹൃദയം റബ്ബേ എനിക്ക് വേണ്ട, അതിൽ നിന്ന് രക്ഷിക്കണേ. മതിവരാത്ത മനസ്സിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ഇങ്ങനെ കാവൽ ചോദി നിരന്തരം ഞാൻ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എന്റെ കൺപോളകൾക്ക് മുമ്പിൽ പരിശുദ്ധ കഅബയുണ്ട്, എന്റെ കൺപാദങ്ങൾക്കടിയിൽ സിറാത്ത് എന്ന പാലമുണ്ട്, എന്റെ വലതുഭാഗത്ത് സ്വർഗമുണ്ട്, എന്റെ ഇടതുഭാഗത്ത് നരകമുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്നെ പിടിക്കാൻ നിൽക്കുന്ന മലക്കൽ മൗത്ത് എന്റെ പിറകിലുണ്ട്. ഈ ഒരു ബോധത്തോടുകൂടി നമുക്ക് റബ്ബിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുവാൻ സാധിച്ചാൽ, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ മരണത്തിന്റെ മുമ്പ് നമുക്ക് ആസ്വാദനം ലഭിച്ച് അവനിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضاه أما بعد. ഒരിക്കൽ കൂടി സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന എന്ന് ഓർക്കുകയാണ്. മഹാനായ മുഅ്മിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ കാര്യത്തിൻ്റെയും മൂർധാവ്, അതിൻ്റെ ഹെഡ്, അതെന്താണെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അദ്ദേഹം പറഞ്ഞു, അതെ, റഅ്സുൽ അംരി അൽ-ഇസ്ലാം വഅമൂദുഹു അൽ-അസ്വലാ വദറബത്തു സിനാബിഹി ബിൽ ജിഹാദ്. റഅ്സുൽ അംർ എന്ന് പറഞ്ഞാൽ
എല്ലാ കാര്യത്തിൻ്റെയും ഹെഡ് എന്ന് പറയുന്നത് ഇസ്ലാമാണ്. വഅമൂദു, അതിനൊരു ഷിആറ്, ഒരു ചിഹ്നമുണ്ട്. അതെന്താണ്? അസ്വല, നമസ്കാരമാണ്. വദർബത്തു സിനാമിഹി, ആ ഹെഡിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു പോകണമെങ്കിൽ അൽ ജിഹാദ്, അതിന് പ്രയത്നം വേണം, കഠിനാധ്വാനം വേണം. വെറുതെ ഇരുന്നിട്ടൊന്നും നേടിയെടുത്ത ഒരാളെയും ഭൗതിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ആത്മീയ ലോകത്ത് ഉണ്ടാവുക? IAS കാരനായ ഒരാൾ, IPS കാരനായ ഒരാൾ, ഡോക്ടറായ ഒരാൾ, ഏത് മേഖലയിൽ അദ്ദേഹം പ്രശോഭിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിറകിൽ വലിയ പ്രവർത്തനമുണ്ട്. അതാണ് ജിഹാദ്. ആ 3 കാര്യങ്ങൾ നമ്മിലുണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് അതിന്റെ ഉച്ചിയിലേക്ക്, ഇസ്ലാമിന്റെ ഉന്നതിയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. നമ്മൾ ഒരു തിരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ്. ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്കൊരു പൗരാവകാശമുണ്ട്. ഒരു ജനാധിപത്യ ബോധമുള്ള ഒരാൾക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. നമ്മളെ രാഷ്ട്രീയവാദികളല്ല. നമുക്ക് രാഷ്ട്രീയമുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ രാഷ്ട്രീയമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ രാഷ്ട്രീയമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ വൈദ്യുതിയിൽ രാഷ്ട്രീയമുണ്ട്. നമ്മുടെ ഓരോ ചലനങ്ങളിലും അതുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ ജനാധിപത്യ വിശ്വാസികളായ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ നമ്മുടെ ചിഹ്നം അത് ശിഹാറുൽ മുസ്ലിമീൻ എന്ന് പ്രവാചകൻ പറഞ്ഞത് നമസ്കാരമാണ്. നമ്മുടെ പാർട്ടി ഹിസ്ബുള്ളയാണ്. അല ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അറിയണേ, അല്ലാഹുവിന്റെ പാർട്ടി അവരാണ് വിജയിക്കുക. താൽക്കാലികമായി ഇവിടെ ജയപരാജയങ്ങൾ ഉണ്ടാകും. 2 വിഭാഗം ഏറ്റുമുട്ടുമ്പോൾ 2 വിഭാഗത്തിൽ നിന്നും വിജയിക്കുക അസാധ്യമാണ്. എന്നാൽ മുഅ്മിനായ നമുക്ക് വിജയിക്കണം. അതാണ് ആത്യന്തികമായ വിജയം. സ്വർഗമാണ് നമ്മുടെ സഭ. ആ സഭയിലേക്ക് എത്തിപ്പെടാൻ ഓരോരുത്തർക്കും സാധിക്കും. ആ സഭയിലേക്ക് എത്തിപ്പെടാൻ തടസ്സമാകുന്നതിൽ നിന്നെല്ലാം വിശ്വാസികൾ വിട്ടുനിൽക്കും. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്ന് സൂറത്തുൽ മുഅ്മിനീൻ തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്. വ്യാജമായതിൽ നിന്ന്, വ്യർത്ഥമായതിൽ നിന്ന് അവർ മാറി നിൽക്കും. നമുക്ക് മുദ്രാവാക്യമുണ്ട്. അത് ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ്. കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യം. അതിന്റെ താല്പര്യത്തിന്റെ വിരുദ്ധമായ ഒരു മുദ്രാവാക്യവും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പൊതുനിരത്തുകൾ നമ്മുടെ ജാഥ കൊണ്ട് ഒരു തടസ്സം സൃഷ്ടിച്ചാൽ അതൊരു വിശ്വാസിയുടെ ലക്ഷണമല്ല. വിശ്വാസിയിൽ നിന്ന്, നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയിൽ നിന്ന് അതൊരിക്കലും ഉണ്ടാവുകയില്ല. എതിരാളിയുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ഒരു പ്രയോഗം, അത് അപഹരിക്കുന്ന ഒരു സന്ദേശം ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അവന്റെ മുഖമുദ്ര, അവന്റെ പാർട്ടി അള്ളയാണ്. അവന്റെ ചിഹ്നം നമസ്കാരമാണ്. നമസ്കാരം അവനെ തിന്മയിൽ നിന്നും എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും അകറ്റി നിർത്തുമെന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ ജീവിതം, മതജീവിതം എന്ന വേർതിരിവ് അല്ലാഹു ഒരിക്കലും അവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനുകളായ, വിശ്വാസികളായ, മുസ്ലിങ്ങളായ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവരെ മഹത്വപ്പെടുത്തുക. ആദം സന്തതിയെ അള്ളാഹു ആദരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവനെ അനാദരിക്കുക എന്നത് അള്ളാഹുവിനെ അനാദരിക്കുന്നതിന് തുല്യമാണ്. ഒരു പക്ഷേ അവൻ നമ്മുടെ എതിരാളിയായിരിക്കാം, നമ്മൾ അവന്റെ നമ്മുടെ വിശ്വാസത്തിന് എതിരായിരിക്കാം അവന്. പക്ഷെ മാനുഷികമായ പരിഗണനകൾ, മനുഷ്യത്വം നമ്മുടെ മുഖമുദ്രയായി മാറണം. അതാണ് പ്രവാചകനിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം. സർവശക്തൻ സകല മേഖലകളിലും ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്കാര സമ്പന്നരായി ജീവിക്കാൻ ഇവർക്കും തോന്നിയിട്ടുമാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അപാകതകളും വീഴ്ചകളെല്ലാം അല്ലാഹു വിട്ടുപോകത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗമായി പ്രയാസപ്പെടുന്ന ആളുകൾ, ആക്സിഡന്റായി നമ്മുടെ സുഹൃത്ത് ആശുപത്രിയിൽ കിടക്കുന്നത് എല്ലാവരും അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി എല്ലാവരും ദുആയിൽ തുടർന്ന് ഉൾപ്പെടുത്തണം. അല്ലാഹു ആജിലും കാമിലുമായ ശിഫ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ നിർദ്ദേശങ്ങളെല്ലാം അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മതത്തിന്റെ ഉന്നതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനെ വിജയികളാകുന്ന നല്ലവരായ അടിമകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. الحمد لله رب العالمين.